പൊരിവെയിലിൽ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന നാടോടിക്കുട്ടി. നഗരങ്ങളിലെ സ്ഥിരം കാഴ്ചയാണിത്. തെരുവ് കച്ചവടത്തിനായി എത്തുന്ന ഇതര സംസ്ഥാനക്കാരുടെ കുട്ടികൾ ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം പേട്ടയിൽ നിന്ന് കാണാതായ കുട്ടി ഇത്തരത്തിൽ കച്ചവടത്തിനായി എത്തിയവരുടെ മകളാണ്. കുട്ടികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായും പല കുട്ടികൾക്കും വേണ്ട ചികിത്സ പോലും കിട്ടുന്നില്ലെന്നുമാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പലരും തിരക്കുള്ള ജംഗ്ഷനുകളിൽ പൊരിവെയിലത്തും കുട്ടികളെ തോളിലിട്ടുകൊണ്ടാണ് കച്ചവടം നടത്തുന്നത്. കാറുകളിലെ ഷീൽഡുകളും കാറ്റാടിയും കുട്ടികൾക്കുള്ള ബലൂണുകളും കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഭൂരിപക്ഷവും. ബംഗാൾ, ഒറീസ, കാശ്മീർ, ബീഹാർ, ഗുജറാത്ത്, ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കേരളത്തിൽ ഇങ്ങനെ എത്തുന്നത്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് തട്ടിക്കൊണ്ടുപോയ 2 വയസ്സുകാരിക്ക് നിർജ്ജലീകരണമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ പല കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 6 മാസം പ്രായമായ കുട്ടികളെ വരെ കയ്യിലെടുത്തുകൊണ്ടാണ് അച്ഛനമ്മമാർ കച്ചവടം നടത്തുന്നത്. പലരും കുട്ടികളുടെ ദയനീയാവസ്ഥ കണക്കിലെടുത്ത് അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറാണ് പതിവ്. എന്നാൽ ഇവർക്ക് പിന്നിൽ ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടാവുമെന്നാണ് പോലീസും സംശയിക്കുന്നത്. നേരത്തെ കേരളത്തിൽ ഭിക്ഷാടന മാഫിയ പ്രവർത്തിച്ചിരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ എത്തിച്ച് ഭിക്ഷയെടുപ്പിച്ച ശേഷം അവരിൽ നിന്നും പണം കൈക്കലാക്കും. തുച്ഛമായ പൈസ മാത്രമായിരുന്നു അവർക്ക് തിരിച്ചു നൽകിയിരുന്നത്. ഇതിനെയൊക്കെ തുടർന്നാണ് കേരളത്തിൽ ഭിക്ഷാടനം നിരോധിച്ചത്. അതിനുശേഷമാണ് ഇതര സംസ്ഥാനക്കാർ റോഡുകൾ തോറും കച്ചവടം ആരംഭിച്ചത്. മാഫിയ സംഘങ്ങൾ ഇവരെ ഇവിടെ എത്തിച്ച് കച്ചവടം നടത്തി പണം കൈക്കലാക്കുന്നുണ്ടോ എന്ന സംശയവും ചിലർ ഉന്നയിക്കുന്നുണ്ട്. പൊള്ളുന്ന വെയിലിനെ പോലും വകവയ്ക്കാതെയാണ് ഇതര സംസ്ഥാനക്കാർ റോഡുകളിൽ നിന്ന് കച്ചവടം നടത്തുന്നത്. അവരുടെ കയ്യിലിരിക്കുന്ന കുട്ടികൾ വെയിലേറ്റ് തളർന്ന നിലയിലുമാണ്. ചിലരാകട്ടെ ചെറിയ കുട്ടികളെ പോലും റോഡിൽ കച്ചവടം നടത്താൻ നിർത്തിയിട്ടുണ്ട്. പലരും കുടുംബത്തോടെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഇവർ തെരുവുകളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലുമായാണ് തമ്പടിക്കാറുള്ളത്. നേരം പുലരുമ്പോൾ അവർ റോഡിലിറങ്ങി കച്ചവടം ആരംഭിക്കും. ഇവരുടെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉള്ളപ്പോഴാണ് പരസ്യമായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. ഇവർക്ക് പിന്നിൽ മാഫിയ സംഘമുണ്ടെന്ന് സംശയിക്കാൻ കാരണമുണ്ട്. റോഡിൽ വിൽക്കുന്ന സാധനങ്ങൾ ഇവർക്ക് കേരളത്തിലെ മൊത്ത വിതരണക്കാരിൽ നിന്നും നേരിട്ട് വാങ്ങാൻ സാധിക്കില്ല. അഥവാ അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണെങ്കിൽ പോലും ഇത്രയധികം സ്റ്റോക്ക് ഒരുമിച്ച് സൂക്ഷിക്കാനുള്ള സൗകര്യവുമില്ല. തുറസായ സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് വിൽക്കുന്ന സാധനങ്ങൾ അവരുടെ താമസ സ്ഥലങ്ങളിൽ സൂക്ഷിക്കാനാകില്ല. അതുകൊണ്ടാണ് മാഫിയ സംഘങ്ങളുടെ സാന്നിധ്യം സംശയിക്കുന്നത്.